السلام عليكم. بسم الله الرحمن الرحيم. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله سبحانه وتعالى നമ്മുടെ ഇബാദത്തുകളും നോമ്പുകളും എല്ലാം അവന്റെ പൊരുത്തത്തിലായി പരിശുദ്ധ റമദാൻ എല്ലാ അർത്ഥത്തിലും അനുകൂലമാക്കി തരുമാറാകട്ടെ. പ്രത്യേകിച്ച് അവന്റെ കാരുണ്യമായ അല്ലാഹു തആല നമ്മുടെ ഇരുലോക ജീവിതവും സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. റഹ്മത്തിന്റെ ബർക്കത്ത് നമ്മളിൽ നിന്ന് ഇവിടെ പറയുകയാണ്, സലാം പറയുകയാണ്. കുറച്ച് മണിക്കൂറുകൾ മാത്രം നമ്മളിൽ അവശേഷിക്കുന്നുണ്ട്. എത്രത്തോളം നേടിയെടുക്കണം, നമുക്ക് വിളഞ്ഞ് ജീവിക്കാൻ എത്രത്തോളം അല്ലാഹുവിന്റെ റഹ്മത്ത് വേണം, അത്രത്തോളം നമ്മൾ കരസ്ഥമാക്കി എന്നൊരു ഉറപ്പെങ്കിലും നമുക്ക് വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് റബ്ബിനോട് തേടി നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ഒന്നുമില്ലെങ്കിലും അല്ലാഹു റഹ്മനി യാ റഹ്മാൻ റഹീം ഇങ്ങനെ പറഞ്ഞാൽ ഉറങ്ങുമ്പോഴും അല്ലെങ്കിൽ നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ പറയാം. മനസ്സിൽ തട്ടി പറഞ്ഞാൽ അല്ലാഹു റഹ്മനി അല്ലാഹുവേ റഹ്മനി എനിക്ക് നീ കരുണ ചൊല്ലി. യാ റഹ്മാൻ റഹീം കരുണ ചൊല്ലുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് എനിക്ക് നീ കരുണ ചൊല്ലിയെന്ന് മനസ്സ് തട്ടി ഒന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞു. ഏതെങ്കിലും ഒരു പറച്ചിൽ അള്ളാഹ് സ്വീകരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടി. എന്നാൽ ഇത് കഴിഞ്ഞിട്ടോ ഇങ്ങനത്തെ ഒരു ഓഫറില്ല. ഇതിപ്പോ തരാം, നിങ്ങൾ ചോദിച്ചോളൂ ഞാൻ തരാന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് തരുന്ന ഉറപ്പല്ല. മറ്റേത് അങ്ങനെ ഒരുപാട് ശബ്ദം പങ്കാക്കാൻ നോക്കണം. ഈ ഓഫർ എന്ന് പറയുമ്പോൾ ആ സമയത്തൊന്നും വരുന്ന ആളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റിയോ അവരുടെ ഒന്നും നോക്കൂല. അള്ളാഹ് അങ്ങോട്ട് തരാന്ന് പറഞ്ഞുകൊണ്ട് ആര് ചോദിച്ചാലും ചോദിക്കാം. മറ്റേത് അങ്ങനെയല്ല, കുറെ നിബന്ധനകളുണ്ട്. എല്ലാം ഓക്കണം. നമ്മുടെ കൽബ് ക്ലിയർ ആകണം, ശരീരം ക്ലിയർ ആകണം, ഇബാദത്ത് ക്ലിയർ ആവണം. അങ്ങനത്തെ ഒന്നും ഇവിടെ വല്ലാതെ ബാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് എത്രത്തോളം നേടിയെടുക്കാൻ പറ്റും അത്രത്തോളം നേടിയെടുക്കണം. അല്ലാഹു തആല അവന്റെ റഹ്മത്ത് നമ്മളിലും കുടുംബങ്ങളിലും ഒക്കെ ഏറ്റി നൽകുമാറാകട്ടെ. നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്നലെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടന്നപ്പോഴേ നമ്മളിവിടെ മുമ്പ് ഉപയോഗിച്ചതാണ് ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടായിരുന്നു മദ്രസയിലേക്ക്. പഴയതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ട്. അപ്പൊ ഞാനത് എടുത്തു. അവിടെ ഉള്ള സുഹൃത്തുക്കളോട് ചോദിച്ചത് വർക്ക് ആവത്തില്ല. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളത് കറണ്ടിൽ കുത്തി നോക്കിയപ്പോൾ വർക്ക് ആവുന്നു. അപ്പൊ ഞാനത് സമയം സെറ്റ് ചെയ്ത് വെച്ചു. ഓർമ്മ ശരിയാണെങ്കിൽ 8:21 ആ ടൈമിലാണ് ഞാനവിടെ പോകണം. ഡേറ്റും സമയവും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചത് വർക്ക് ക്ലിയർ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വെച്ചു. പിന്നെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് അതൊന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്തു. നോക്കുമ്പോൾ ഒരു 10-20 മിനിറ്റിന്റെ ഗ്യാപ്പ് വരും. അപ്പൊ അവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളോട് ആ വിഷയങ്ങളൊക്കെ സംസാരിച്ചത് കുറെ കുറെ മുമ്പ് നമ്മളിവിടെ ഉപയോഗിച്ചതാണ്. സമയത്തിലുള്ള പ്രശ്നം കാരണം. അപ്പൊ ഞാനത് ചോദിച്ചു, അത് നന്നാക്കാനുള്ള വല്ല വകുപ്പും ക്ലിയർ ആക്കാൻ. ഇപ്പൊ അങ്ങനെ ഉണ്ട്, ഇതിനൊക്കെ ഒരു സമയം പ്രശ്നം വരുന്നില്ല. അപ്പൊ നമ്മളെടുത്ത് വെക്കും നന്നാക്കാനുള്ള വകുപ്പ്. അപ്പൊ കുറെ അയക്കണം പുതിയത് അല്ലേ, കുറെ അയക്കണം. ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അത് കുറച്ച് ഉപയോഗിച്ചിട്ട് നമ്മൾ തന്നെ അതിന്റെ അവസാനം നമ്മൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയുന്നതാണ് പറഞ്ഞത് ഇല്ലേ. നമ്മളിപ്പോ ഒരു വണ്ടി എന്താ വണ്ടി ഇങ്ങനെ അത് കുറെ മുതലയക്കണം, കുറെ അയക്കണം എന്ന് പറയില്ലേ, പറയും കുറെ അയക്കണം കുറെ അയക്കണം പറയും. നേരെ മറിച്ച് ഒരു മരണ വാർത്ത നമ്മൾ കേൾക്കുക, ഒരു മരണ വാർത്ത നമ്മൾ കേൾക്കുക, നമ്മളൊക്കെ എന്താ പറയുക 70 മരിക്കാനുള്ള പ്രായം ആയിട്ടില്ലേ? എത്ര 70 മരിക്കാനുള്ള പ്രായം ആയിട്ടില്ലല്ലേ? എത്ര പ്രായം അള്ളാഹ്ക്ക് അറിയുള്ളൂ. പക്ഷെ നമ്മളൊരു പ്രായം ഇല്ലേ? ഒരു 10 വർഷം ഉപയോഗിച്ച ഒരു വസ്തു 10 വർഷം അതിനെ മാറ്റാം എന്നാണ് അതിന്റെ എക്സ്പയർ ആയിരിക്കണേ എന്ന് നമുക്ക് ബോധ്യമുള്ള നമുക്ക് നമ്മുടെ എക്സ്പയർ എന്താണെന്ന് അറിയുന്നില്ല. 70 വയസ്സായപ്പോൾ മരിക്കാനുള്ള പ്രായം പെട്ടെന്നുള്ള അപ്പൊ മരിക്കാനൊരു ഏജ് വേണ്ടേ? നമ്മൾ നിശ്ചയമായിട്ടൊരു ഏജ് പറയുമ്പോഴാണല്ലോ മരിക്കാനുള്ള പ്രായം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മരിക്കാനൊരു പ്രായം നമ്മൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്
യുഹിബ്ബുൽ ഹയാത വയൻസൗനൽ മമാത. മരണത്തെ മറക്കുകയും ജീവിതത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. നമ്മൾ പറയുന്ന ഹദീസ് ഇങ്ങനെ വലിയ മുമ്പൊന്ന് ശ്രദ്ധ വിട്ടു പോകുന്നുണ്ടോ? യുഹിബ്ബുൽ ഹയാത, ജീവിതത്തെ വല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഇഷ്ടപ്പെടുന്നതോടുകൂടെ ഇഷ്ടപ്പെടേണ്ടെന്ന് പറയുന്നത് ഇഷ്ടപ്പെടണം. പക്ഷെ അതിനോടുകൂടെ പ്രശ്നം വരുന്നത് എന്താണ്? മരണത്തെ മറക്കുന്നതാണ്. മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം എത്ര ഇഷ്ടപ്പെട്ടു ഒരു കുഴപ്പമില്ല, കാരണം ജീവിതം പെർഫെക്റ്റ് ആയിരിക്കും. മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം പെർഫെക്റ്റ് ആയിരിക്കും. അത് മറന്നിട്ട് അതെന്താ മറക്കാനുള്ള കാരണം? ഒന്നെന്താണ്? നമ്മളൊരു പ്രായം അല്ലേ, നേരത്തെ പറഞ്ഞ മരിക്കാനുള്ള പ്രായമായിട്ടില്ല. പെരുന്നാള് പക്ഷെ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാൾ വരുന്ന ഉറപ്പല്ലേ? ഞാൻ ചോദിക്കാം, എന്താണ് പെരുന്നാളിന്റെ കാര്യങ്ങളൊക്കെ ആയോ? സമയമുണ്ടല്ലോ അല്ലേ? പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ? പെരുന്നാളിന്റെ ഭക്ഷണം സമയം ഒരുപാടുണ്ടല്ലോ. മുമ്പ് 10 ആയിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോഴല്ലേ ഇപ്പൊ തന്നെ എന്തിനാ ഒരുങ്ങുന്നു? അപ്പൊ നമ്മുടെ മനസ്സിൽ അതിനൊരു ഡേറ്റ് കൊടുത്തിട്ട് അപ്പൊ ഒരുങ്ങിയാൽ പോലെ അങ്ങനെ തന്നെ. ഇവിടുന്ന് കൂട്ടത്തിൽ യാത്ര, വിദേശത്തെ യാത്ര പോകുന്ന ആളുകൾ, പെരുന്നാൾ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവരെല്ലാം ഒരുങ്ങിക്കൊണ്ട് നോമ്പ് കഴിഞ്ഞിട്ടല്ല ഇതുണ്ട് ഇല്ലേ? അങ്ങനെ തന്നെ ആണ്. അപ്പൊ നമ്മളിപ്പോ അങ്ങനെയൊക്കെ എപ്പോഴാ സമയമുണ്ടല്ലോ, സമയമുണ്ട്. ഇപ്പൊ തന്നെ മരിക്കാനായിട്ടില്ല. അതാ നമ്മുടെ മനസ്സിലുള്ള ഒരു ധാരണ, നമ്മളെ പിടിപെട്ടിയ ഒരു ധാരണ അതാണ് സമയം. അതുകൊണ്ട് ഇപ്പൊ തന്നെ എന്തിനാണ് ഒരുങ്ങണ്? ഇപ്പൊ ചെയ്താൽ മതിയല്ലേ, നമുക്ക് സമയം നാളെ സമയം കൊടുത്തു എന്നുള്ള ഉറപ്പ് നമ്മുടെ കൽവിൽ ഉറച്ചു പോയി അല്ലേ? ഉറപ്പാണ്. അതുകൊണ്ടാണ് ആ ഒരു ഇതില്ലാത്തത്. ഈ ഗൾഫിൽ നമ്മുടെ സുഹൃത്തുക്കൾ കുറെ ആളുകളുണ്ട്. അപ്പോൾ പല ആളുകളും ഹൗസ് ഡ്രൈവർ ജോലി ചെയ്യുന്ന ആളുകളാണ്. ഈ ഹൗസ് ഡ്രൈവർ ഗൾഫിൽ വിദേശത്തിൽ ഹൗസ് ഡ്രൈവർ ജോലി ചെയ്ത ആളുകളെ കുറിച്ച് അവരോട് ചോദിച്ചാൽ അറിയാൻ കഴിയണം. കാരണം ഒരു വിഷയത്തിലേക്ക് തിരിയാൻ പറ്റില്ല, മനസ്സറിഞ്ഞൊരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് സമയത്ത് ആ കഫീലിന്റെ വിളി വരിക എന്നില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ നോമ്പിന് ഇന്നലെ പിന്നെ നമ്മളുടെ സുഹൃത്ത് കുവൈത്തിലൊരു സുഹൃത്ത്, ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നമ്മൾ ഒരുമിച്ച് പഠിച്ചതൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ എങ്ങനെയാണ് നോമ്പ് തുറക്കെ? നോമ്പ് തുറ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ മറ്റേ നോമ്പായതുകൊണ്ട് 9 മണിക്കാണ് പ്രോഗ്രാം, സ്കൂളുകൾ തുടങ്ങുക. പക്ഷെ ഇപ്പോൾ കോളേജ് തുടങ്ങിയത് കൊണ്ട് നേരത്തെ തന്നെ പോകണം. അപ്പൊ ഒരു ടീമിനെ കൊണ്ടേ വിടുമ്പോൾ തന്നെ അടുത്ത ടീമിനെ കൊണ്ടുപോകുമ്പോൾ അടുത്ത ടീം പിന്നെ നോമ്പ് തുറക്കാൻ അധികം ഉണ്ടാക്കാനുള്ള സമയം കിട്ടാറില്ല. ഇനി അഥവാ കിട്ടിയിട്ട് നമ്മുടെ ഇതിലേക്കും മെനക്കെട്ട് തയ്യാറാവില്ല. കാരണം തയ്യാറായി കണ്ട് ഏത് സമയത്താ പുലി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ വിടുക്കും പോകാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. ഇപ്പൊ ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞതാണ് എന്റെ സുഹൃത്ത്. അപ്പൊ ഇതിന്റെ മുമ്പ് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തെങ്കിലും ഒരിക്കലും പോയിക്കൂടെ, പക്ഷെ പോകാൻ പറ്റില്ല, എപ്പോഴാ പുലി വരിക എന്ന് പറയാൻ പറ്റില്ല. പുലി വരുമ്പോ എന്ത് ചെയ്യണം? കാരണം അവരെപ്പോഴും ഫുൾ ആ വിളി വന്നാൽ അവർ ചെയ്യാനുള്ള ജോലിക്ക് വേണ്ടി തയ്യാറായിട്ട് നടക്കുന്ന ടീംസാണ്. കാരണം അതൊക്കെ എപ്പോഴാണ് വിളി വരിക എന്നറിയില്ല, ഏത് നിമിഷത്തിലും വരാം. ചിലപ്പോൾ വിളിക്കാനല്ല, പക്ഷെ എന്നാലും അവരെന്ത് ചെയ്യും? ആ വിളിയെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായി. അങ്ങനെ നമ്മളൊന്നും ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ സമയമുണ്ടല്ലോ, എല്ലാവരും കൂടി ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സമയം ആയിട്ട് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ സമയം നിശ്ചയിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വിഷയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ധാരണ നമ്മുടെ ഹൃദയത്തിൽ പതിച്ചത് കൊണ്ടാണ് നമുക്ക് ഇപ്പോഴും ഒന്നിനും തോന്നാത്തത്. ഇപ്പോഴും നമ്മൾ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൂടാൻ ഇല്ല. കാരണം എന്നാൽ മരിക്കുന്നുണ്ട് നമുക്ക് ഉറപ്പില്ല, ഉറപ്പുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഉറപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കൽബിലുണ്ടായിട്ട് കാര്യമില്ല, അത് നമ്മൾ അംഗീകാരത്തിൽ പ്രാവർത്തികമായിട്ട് കൊണ്ടുവരണ്ടേ ഇല്ലേ? ബാക്കിയുള്ള വസ്തുക്കളൊക്കെ നമ്മൾ ഒരു ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ കളയും, പുതിയതിനാണ് നമ്മൾ നോക്കുന്നത് ഇല്ലേ? ഈ ലോകത്ത് പുതുമ നഷ്ടപ്പെടാത്തത് എന്താണ്? പറയാൻ കഴിയും. ഈ ലോകത്ത് പുതുമ നഷ്ടപ്പെടാത്തത് ഏത് വസ്തുക്കളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതുമ നഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഡേറ്റ് കഴിയും തോറും അതിന്റെ എന്താ പറയാ വീര്യം കുറഞ്ഞ് നാശത്തിലൊക്കെ നമ്മളും അക്സെപ്റ്റ് ചെയ്യുന്നതല്ലേ. എന്നാൽ അങ്ങനെ ഇല്ലാത്തത് ഏതാണ്?
ഈ 60, 70, 90 വയസ്സുള്ള ആളുകൾക്കും പിന്നെ നമ്മൾ അസുഖം വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകണം എന്തിനാ? ജീവൻ നിലനിർത്താനാണ്. അപ്പോഴും നമ്മളോട് ആയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ചികിത്സിക്കരുത് എന്നല്ല, ചികിത്സിക്കണം, അല്ലെങ്കിൽ അത് ആത്മഹത്യയായി മാറും. കൃത്യമായിട്ട് രോഗം വന്നിട്ട് ചികിത്സിക്കാതിരുന്നാലേ അതിന് വേറെ കുറ്റം അല്ലാതെടുത്തുന്നത്. നമ്മുടെ ശരീരം നശിപ്പിക്കാനുള്ള വകുപ്പ് നമുക്കില്ല. അതുകൊണ്ട് രോഗം വന്ന കൃത്യമായിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി കൃത്യമായിട്ട് ചികിത്സ നടത്തും. അതുകൊണ്ടാണ് പറയും, നോമ്പെടുക്കുന്നതിൽ തന്നെ ഇസ്ലാം പറയുന്നുണ്ടല്ലോ, ഒരാൾ നോമ്പെടുക്കുന്നത് കൊണ്ട് അവന്റെ ശരീരത്തിൽ ആ നോമ്പ് കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കും, അല്ലെങ്കിൽ അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും നാശം സംഭവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നോമ്പെടുക്കാൻ പറ്റില്ല. ഉറപ്പ് നമ്മളല്ല പറയേണ്ട ആളുകൾ പറയണം. മീൻസ് ഡോക്ടർമാരോ അല്ലെ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന വിദഗ്ധന്മാർ പറയണമെങ്കിൽ നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ജീവനെ ഭീഷണിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അവയവത്തിന്, ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ അവിടെ നോമ്പെടുക്കുന്നതിന്റെ വിധി എന്താ? തെറ്റാണ്. നോമ്പെടുത്താൽ കുറ്റപ്പെട്ടു. കാരണം നോമ്പെടുത്തിട്ട് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കാൻ അതൊക്കെ ആത്മഹത്യയിലുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ കയറെടുത്ത് മുന്നിൽ മാത്രമല്ല, ഇത് ആത്മഹത്യയാണ്. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ലഹരി പദാർത്ഥങ്ങൾ, സ്മോക്കിങ്, അതുപോലെയുള്ള വസ്തുക്കൾ, അതൊക്കെ ആത്മഹത്യയിലാണ്. കാരണം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് ശരീരത്തിന് ഹാനികരമാണ്, ഇനി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് അതൊക്കെ അപകടമാണ് എന്ന് ഡോക്ടർമാർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. തെറ്റാണ്. അല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റൂല. കറാഹത്താണ്. തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ ശിക്ഷ കിട്ടുന്ന കറാഹത്താണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വലിയ അതുകൊണ്ട് ഒരുപാട് ദോഷമുണ്ട്. ശാപം, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അതുകൊണ്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ വിഷയം. അപ്പൊ അവിടെ വരെ നോമ്പിൽ വരെ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമ്മുടെ ശരീരത്തെ നമ്മൾ ചികിത്സിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ തൽവിലുള്ളത് എന്താണ്? ജീവൻ നിലനിർത്തി കിട്ടുക എന്നുള്ളത്. ഇതിന് നമുക്കൊരു മുന്നില്ല, നമ്മുടെ വിഷയം. ബാക്കിയുള്ളതൊക്കെയും അപ്പൊ നമ്മളൊരു ഷർട്ട്, ആദ്യമായിട്ടൊരു ഷർട്ട് അല്ലേ, ആ ഒരു അനുഭൂതി ആ ഒരൊറ്റടലല്ലേ കിട്ടും. ഫസ്റ്റ് ആയിട്ട് ഒരു ഷർട്ട് ഇടുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു ഇത് കിട്ടാൻ അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടും. പിന്നെ നമ്മൾ അതിന്റെ ഭാഗത്തേക്ക് നോക്കില്ലല്ലോ. അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുമോ? ഇല്ല. പിന്നെ അത് നന്നാക്കാൻ നോക്കും. അതുകൊണ്ട് ആ പുതുമ ആദ്യമായിട്ട് കിട്ടേണ്ട ലെവലിലേക്ക് എത്തിക്കാൻ നമ്മൾ നോക്കും. നിങ്ങൾ ആരെയും കണ്ടുകൊണ്ട് അങ്ങനെ ഷർട്ട് ഒരു വട്ടത്തോട്ട് അലക്കി ഇടുന്നുണ്ട്, അയൺ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ അതിനെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പുതുമയിലേക്ക് എത്തിക്കുന്നുണ്ട്. നമ്മളതിനെ തുനിയുന്നില്ല അല്ലേ? അതെന്താ ഷർട്ട് കൂടെ തുനിയുന്നില്ല, കുറെ കളയാനായി അല്ലേ? വാഹനാണെങ്കിൽ അങ്ങനെ ഏത് വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് വസ്തുക്കളും നോക്കി ഒക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ പുതുമ നഷ്ടപ്പെടാത്തതാണ് ഇബ്നു അബീ താലിബ് തങ്ങൾ പറഞ്ഞത്. പുതുമ നഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അതൊന്നും മാത്രമേ ദുനിയാവിലുള്ളൂ. അതേതാ? നമ്മുടെ വീടാണ്, ഭവനങ്ങളാണ്. അപ്പൊ നോക്കിയ പള്ളി പുതിയതായില്ലേ? എത്ര കൊല്ലത്തെ പഴക്കമുണ്ട് പള്ളിക്ക്? എത്ര കൊല്ലത്തെ പഴക്കമുണ്ട്? ഒരുപാടില്ലേ? പക്ഷെ ഇപ്പൊ പുതിയതായില്ലേ? വീടുകളും അങ്ങനെ. അത് നമ്മൾ എന്ത് ചെയ്യാം? ആ ഒരു പുതുമ നമുക്ക് കിട്ടും. വീട് നഷ്ടപ്പെടില്ല. അത് നമ്മളൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയാൽ ആ പുതുമ നമുക്ക് തിരിച്ചെടുക്കാം. ബിൽഡിങ് നേരെ മുന്നിലോ പറ്റില്ല. വാഹനത്തിലാണെങ്കിൽ എന്തൊക്കെ സാധനം മാറ്റിയാൽ ആ വർഷത്തിന്റെ പഴക്കത്തിൽ കാണിക്കില്ല പെർഫോമൻസ്. വീട്ടിൽ അങ്ങനെ അല്ലല്ലോ. കയ്യിലൊക്കെ ഒന്ന് മാറ്റി വീടൊക്കെ ഒന്ന് അടിച്ചാൽ സംഗതി പെർഫെക്റ്റ് അല്ലേ? ബാക്കിയുള്ളതൊക്കെ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ള കാരണം നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ വേണ്ട, നമ്മുടെ മരണത്തിന് ഡേറ്റ് കണ്ടെത്തണ്ട. എനി ടൈം. പക്ഷെ നമ്മുടെ കൽവിൽ ഇപ്പൊ വന്നതെന്താ? മരണത്തെ മറക്കാനുള്ള കാരണം എന്താണ്? ആയിട്ടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊരു കൽവിൽ മരണത്തിനൊരു ടൈം. അതുകൊണ്ടാണ് ചില മരണങ്ങൾ വരുമ്പോൾ നമുക്ക് ഷോക്കാവുന്നത്. അതാ മരിക്കാനായിട്ടില്ല, സമയം അതൊരു വസ്തു കേടാകുമ്പോൾ നമുക്ക് ടെൻഷൻ വരൂലേ ഇല്ലേ? അപ്പൊ ആ ഒരു ചിന്ത മാറ്റിക്കാൻ ഈ സമയത്ത് എപ്പോഴും മരണം തന്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറ്, അതിന്റെ വള്ളി എത്രത്തോളം നമ്മുടെ ശരീരത്തിനോട് അടുത്തു നിൽക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ മരണം നിങ്ങളുടെ കൂടെ ഏത് സമയത്ത് പറയും. പ്രായപരിധിയൊന്നുമില്ല. മഹാന്മാരി കിതാബുകളിൽ കാണാൻ കഴിയും. മരിക്കുന്നതിൽ അതിന് പ്രായപരിധിയൊന്നും നോക്കണ്ട. നിങ്ങൾ മരത്തിൽ നോക്ക്, പച്ചല വീഴുന്നുണ്ട് അല്ലേ, പഴുത്തല വീഴുന്നുണ്ട്. അത് തുടക്കുന്നതിന്റെ മുട്ടാകുന്ന സമയത്ത് തന്നെ വീഴുന്നുണ്ട്.
മഹാന്മാരെ നമ്മളോട് പറഞ്ഞു തരാം. അതൊക്കെ നമുക്കുള്ളൊരു ഉണർത്തലുകളാണ്. കാരണം പ്രായമായി തലതരച്ച് ഇത്ര ഏജായിട്ടേ മരിക്കുക എന്നുള്ളതില്ല. മരണത്തിന് പ്രായമില്ല. എല്ലാ ശരീരവും മരണത്തെ രുചിക്കും. അപ്പൊ നമ്മളത് എപ്പോഴും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടൊന്ന് ജീവിച്ചു നോക്കിയേ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡ്രൈവർമാർ ചെയ്യുന്നതല്ല. അവരെപ്പോഴും എന്ത് ചെയ്യും? അത് ഏത് വിളിച്ചാൽ ഉടൻ തന്നെ പോയി ജോലി ചെയ്യാൻ പറ്റുന്ന ലെവലാണ്. കാരണം ഒരു ആ പോകാനുള്ള ഡ്രസ്സ് പിന്നെ ഒരു ഭക്ഷണം പാകം ചെയ്യുകയാണെങ്കിൽ പോലും അവർ ആ ഡ്രസ്സിൽ തന്നെ പാകം ചെയ്യും. കാരണം അവർ അഴിച്ചു വെക്കുന്നില്ല, വിളിച്ചാൽ ഉടൻ പോകണം. ആ ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ലൈഫ് ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞ് രക്ഷപ്പെട്ടു. മരണത്തെ ഓർക്കുക, ജീവിതത്തെ മറക്കുക. ജീവിതത്തെ ഇഷ്ടപ്പെടുന്നത് മരണത്തെ മറന്നുകൊണ്ടാവരുത് എന്ന് മാത്രം. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയും ദുനിയാവിലും ഇങ്ങനൊക്കെ തന്നിട്ട് ജീവിക്കാൻ ഇസ്ലാം അല്ലെങ്കിൽ റബ്ബ് കൽപ്പിക്കില്ല, അനുവദിക്കുന്നില്ല എന്നുള്ളത് തോന്നണ്ട. എത്തേ വേണ്ടുള്ളൂ ഓർത്തുകൊണ്ടുള്ള മരണത്തെ ഓർത്തുകൊണ്ടുള്ള ജീവിതം. ആ ജീവിതത്തിനൊരു ഷെഡ്യൂൾ വരും, ജീവിതത്തിനൊരു കൃത്യനിഷ്ഠ വരും. ഇതിപ്പോ നമുക്കുള്ളത് എന്താ? മരണത്തെ കുറിച്ച് ഓർമ്മയില്ല. നമ്മളൊരു മരിക്കുന്നതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ അത് കൽബിൽ ഇല്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിലുള്ള ജീവിതങ്ങൾ താറുമാറായി കൃത്യതയില്ലാതെ ചിട്ടയില്ലാത്തൊരു ജീവിതം നമ്മൾ നയിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. നേരെ മറിച്ച് ഒരു ചിന്ത മഹാന്മാരുടെ കൽബിലൊക്കെ ആ ഒരു ചിന്ത വന്നിട്ടുള്ളതാ. നമ്മൾ തങ്ങളുടെ ഇത് പറഞ്ഞില്ലേ? അപ്പൊ ആ ഒരു വിഷയം വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടും കാര്യമല്ല, ഇതെല്ലാം പോകേണ്ടതാണ്, മരിക്കേണ്ടതാണെന്നുള്ള ചിന്ത വരും. ആ ചിന്ത വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജീവിത ലക്ഷ്യം. ഇതിൽ കുറെ വിശദീകരണങ്ങൾ വരുന്നു. ഞാനിപ്പോ അതിന്റെ ഫസ്റ്റ് പാർട്ട് മാത്രമേ പറയുന്നു. ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, ജീവിതത്തെ കുറിച്ച് പറഞ്ഞു, അങ്ങനത്തെ പറഞ്ഞു. അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്. ഏത് ദുനിയാവിന്റെ ഓപ്പോസിറ്റ് ഏതാ? ആഖിറം അല്ലേ? മറ്റേ ജീവിതത്തിന്റെ ഓപ്പോസിറ്റ് ഏതാ? മരണം. അതേപോലെ തന്നെ പിന്നെ അടുത്ത് വേറെ ഞാൻ പറയുന്നുണ്ട് ബിൽഡിങ്ങുകളെ കുറിച്ച്, മുതലുകളെ കുറിച്ചൊക്കെ. അതിന്റെ ഓപ്പോസിറ്റ് സെക്ഷൻ ചർച്ച ചെയ്യാനുണ്ട്. ഇപ്പൊ നമ്മൾ ദുനിയാവിനെ കുറിച്ചാണ്, ദുനിയാവിന്റെ അവസ്ഥകളെ കുറിച്ചാണ്, അത് പോയി പോകുന്ന അതിന്റെ സുഖങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. എങ്കിൽ അത് പറയുന്നതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ആഖിറം എന്താണെന്നുള്ളത് അറിയണം. നമുക്കൊരു വിഷയത്തിനോട് ആഗ്രഹം വരണം എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചൊരു എക്സ്പ്ലനേഷൻ വേണം, എന്നാലേ നമുക്കൊരു ആഗ്രഹം. കാരണം നമുക്ക് അറിയാത്തൊരു വിഷയത്തെ കുറിച്ച് ഒരിക്കലും താല്പര്യം ചെയ്യില്ല, താല്പര്യം പറയും. ഞാൻ നിങ്ങളോട് പറയണേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു വിഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ ടേസ്റ്റ് ചെയ്യണം. ഉസ്താദിന്റെ നാട്ടിൽ പോവുകയാണെങ്കിൽ അല്ലെ അങ്ങനെ തോന്നില്ല. അപ്പൊ അതിനെ കുറിച്ചുള്ള കാരണം ഇന്ന് നമ്മളെ പറ്റിച്ച് ജീവിക്കുകയാണ് മൊത്തം ലോകം. അതിന്റെ ഏറ്റവും പ്രധാന ഈ ആഗ്രഹം കിട്ടുക അല്ലെ? സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയ ബ്ലോഗർമാരാണ് ഫുഡ് ഇവിടുന്നൊക്കെയാണ് എത്രയോ കിലോമീറ്റർ പോയിട്ടൊക്കെയാണ് ഫുഡ് കഴിക്കുന്നത്. അത് അവിടെ പോയി കഴിക്കുമ്പോഴാണ് സംഗതി അബദ്ധാണല്ലോ എന്ന് തിരിയുക. പക്ഷെ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ആഗ്രഹിപ്പിക്കുകയാണ്. അപ്പൊ വിഷയത്തിനോട് ആഗ്രഹം തോന്നുമ്പോഴാണ് അങ്ങോട്ട് ചെല്ലണമെന്നും എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും അവിടെ പോയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നും അല്ലേ? ഇന്നിപ്പോ നോക്കി എത്രയോ കിലോമീറ്റർ പോയിട്ട് ഇന്നാണ്ട ചായക്കട, ഇന്നാണ്ട ആ കട, ഈ കട എന്ന് പറഞ്ഞിട്ട് പോകുന്ന എന്താ? നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതെന്നാൽ അതെല്ലാം കാപട്യമാണെങ്കിൽ യാഥാർത്ഥ്യമുള്ളത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ആഖിറത്തെ കുറിച്ചും അതുപോലെ തന്നെ മരണത്തെ കുറിച്ചും ഒക്കെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഒരു വിഷയത്തെ പേടിക്കേണ്ടതും ഒരു വിഷയത്തെ ആഗ്രഹിക്കേണ്ടതൊക്കെ അതിനെ കുറിച്ച് അറിയണം. ഇപ്പൊ മരണത്തെ കുറിച്ച് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾക്കൊന്നും അല്ലാഹു തആല എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കിപ്പോ അത് കേൾക്കുമ്പോ പേടിയില്ലേ? വരരുതെന്ന് ആഗ്രഹിക്കുന്നില്ലേ? നമ്മൾ അനുഭവിച്ചിട്ടാണോ? അല്ല, അനുഭവസ്ഥരായ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ ഒരു വിഷയത്തെ കുറിച്ച് കേൾക്കുമ്പോ തന്നെ പേടിയാണ്. എങ്കിൽ അങ്ങനത്തെ ഒരു മുന്നറിയിപ്പ് മരണത്തെ കുറിച്ചും അപ്പൊ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തെ നമ്മൾ പേടിക്കുന്നത് പോലെ മരണം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ആ ഒരു ഭയം വരണം. ഈ ഭക്ഷണത്തിനോടുള്ള ആഗ്രഹം വരുന്നത് പോലെ ആഖിറത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അതിനോടൊരു ആഗ്രഹം വരണം. അപ്പൊ അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്താന്നുള്ളത് കൂടി പറയണം. ഈ ഒരു വിഷയം പറഞ്ഞു പോയിട്ട് എന്റെ സെക്കൻഡ് പാർട്ട് പറയാന്ന് വിചാരിച്ചത്. അപ്പൊ അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ജീവിതം, അതുപോലെ തന്നെ മരണം, ഇനി പോകുന്നത് ഖബറിലേക്കാണ്. നബിതങ്ങൾ പറഞ്ഞ ഹദീസാണ്. ഫസ്റ്റ് പറഞ്ഞ എന്താ പറഞ്ഞോ? ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നു, ആഖിറത്തെ മറക്കുന്നു. രണ്ടാമത്തേത്
യുഹിബ്ബുൽ ഹയാത വയൻസൗനൽ മമാത. ജീവിതത്തെ ഇഷ്ടപ്പെടുന്നു, മരണത്തെ മറക്കുന്നു. മൂന്നാമത്തെ തിരി പറയുന്നത് യുഹിബ്ബുൽ മാല വയൻസൗനൽ ഹിസാബ. സമ്പത്തിന് വല്ലാത്ത ഇഷ്ടമാണ് നമുക്ക്. എന്നാൽ ഒരു കണക്ക് പറച്ചിലുണ്ട്. ഈ ഹിസാബിന് ഇതിന് മറുപടി പറയണം. സമ്പത്തിന് ഇഷ്ടപ്പെട്ടില്ല, ഈ സമ്പത്തിന് കൃത്യമായി ഓഡിറ്റിംഗ് കൊണ്ട് കൃത്യമായി കണക്ക് അവതരിപ്പിക്കണം. അതിനെ മറന്നു കളയുന്നു. പിന്നെ പറയുന്നത് കെട്ടിടങ്ങളെ, മണിമാളികളെ, കൊട്ടാരങ്ങളൊക്കെ നമുക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഖബറുകളെ നമ്മൾ മറന്നു കളയുന്നു. അവസാനമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നു. അതൊക്കെ കണക്റ്റിംഗ് ആണ്. ജീവിതം ജീവിക്കുന്നത് എവിടെയാണ്? ദുനിയാവിൽ. അത് കഴിഞ്ഞാല് ജീവിതം, പിന്നെ അത് കഴിഞ്ഞാൽ ദുനിയാവ്, അത് കഴിഞ്ഞാല് പിന്നെ മരണം, അല്ലേ? അത് കഴിഞ്ഞാല് പിന്നെ ഹിസാബ്, അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹുവിനെ കാണല്. ഇതൊക്കെ കണക്ഷൻ എഴുതി കിടക്കുക. അപ്പൊ നമ്മൾ പോകുന്നത് ഏതിലേക്കാണ്? മർമ്മങ്ങള് എന്നതിലേക്കാണ്. അത് ഖൽബിലേക്ക് കുറച്ചാൽ കിട്ടുന്നത് കൊണ്ടാണ് റബ്ബി ഇലാഹി സ്മരണയിലേക്കാണ്. അപ്പൊ ഇതൊക്കെ വിധങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നതൊക്കെയും എങ്ങോട്ടാണ്? ആ ഒരു ചിന്തയിലേക്ക്. അപ്പൊ ഇതിനെ, ആ ചിന്തകളെ നമുക്ക് മറച്ചു കളയുന്ന വസ്തുക്കളെ കുറിച്ചാണ് വിധങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതാണ് നമ്മളിപ്പോ വളരെ എന്താ പറയാ, ഒരംശം പോലും ഇല്ല, ഒരംശത്തിന്റെ 99-ൽ ഒരംശം പോലും ഇല്ലാത്ത രൂപത്തിൽ ആ വിഷയം നമ്മൾ ചർച്ച. അപ്പൊ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ്. മറ്റേത് ഓപ്പോസിറ്റ് ഞങ്ങൾ പറഞ്ഞു പോകും. പക്ഷെ നമുക്കത് എന്ത് ചെയ്യും? എഫക്റ്റീവ് ആകും, അല്ലെ? മരണത്തെ കുറിച്ച്, മരണം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഖബറിനെ കുറിച്ച്. അപ്പൊ ആ ഖബറിന്റെ അവസ്ഥകൾ എന്താണെന്ന് നമ്മൾ അറിയണം. അറിഞ്ഞിട്ടില്ല, അറിഞ്ഞിട്ടില്ല ഖബറിന്റെ അവസ്ഥ. നമുക്ക് ഖബറുണ്ട് എന്ന് വിശ്വാസമുണ്ട്, മരണമുണ്ട് എന്ന് വിശ്വാസമുണ്ട്, ആഖിറണ്ട് എന്ന് വിശ്വാസമുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിൽ കാണാത്തതിന്റെ കാരണം എന്താ? അതുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു എന്നല്ലാതെ ഞാൻ അവിടെ പോകണമെന്നോ അല്ലെങ്കിൽ അത് അഭിമുഖീകരിക്കണമെന്നോ ചിന്ത നമ്മുടെ കൽവിൽ വന്നിട്ടേ ഇല്ല. ഇതൊക്കെ ഉണ്ട് എന്നുള്ള അംഗീകാരം നമ്മൾ നിഷേധിക്കുന്നില്ല എന്നാണ് ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസം. നമ്മുടെ കൽവിലുണ്ട്. മീൻസ് ഇതൊന്നും ഞാൻ ഉറപ്പല്ലേ, മരിക്കും, ഖബറിൽ പോകും, ഉറപ്പന്നല്ലേ. പക്ഷെ അത് ഉണ്ട്, അവിടുത്തെ അവസ്ഥ ഇല്ലാതാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവെന്താ? നമ്മുടെ പ്രവർത്തനത്തില് നമ്മൾ കാണും. അപ്പൊ അതില്ലാത്തതും കൂടി കൊണ്ടാണ് ഇപ്പൊ ആ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാറ്. അപ്പൊ ഞാൻ ഇപ്പൊ പറയുന്ന വിഷയങ്ങളൊക്കെ കൽബിലോട്ടൊന്ന് ആലോചിക്കണം. എന്റെ അവസ്ഥ എന്താണ്? എന്റെ ഗ്യാരണ്ടി എന്താണ്? എന്റെ എക്സ്പയറി ഡേറ്റ് എന്താണ്? അപ്പൊ ഇതൊന്നും ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? അവനടുത്ത ചോദ്യം. ഇതൊന്നും നമുക്കില്ല, ഒരു ഗ്യാരണ്ടി ഇല്ല, അല്ലേ? നമ്മളൊരു വാച്ച് വാങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങുമ്പോ ഒരു വേറെ ഇലക്ട്രോണിക് സാധനങ്ങൾ, എന്ത് സാധനം വാങ്ങണമെങ്കിലും അതിന് ഗ്യാരണ്ടി പറയുന്നുണ്ട്, അല്ലേ? എത്ര വർഷത്തെ ഗ്യാരണ്ടിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ അതിനെന്തോ സംഭവിക്കൂല എന്നുള്ളൊരു ഉറപ്പും കൂടിയാണ് തരുന്നത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലൈന്റ് ഒന്നും മാറ്റി കിട്ടുന്നുള്ളതല്ല. ഇത്ര വർഷത്തിൽ അതിലൊരു കംപ്ലൈന്റ് വരില്ല എന്ന് അതിന്റെ നിർമ്മാതാക്കള് നമുക്ക് ഉറപ്പ് തരികയാണ്. ഇനി അതുവേ ബൈ ചാൻസ് വല്ലതും വന്നാൽ നമ്മൾ മാറ്റി തരാൻ തയ്യാറാണ്. അത് അവർക്ക് അത്രയും ഉറപ്പാണെങ്കിൽ ഈ പറയുന്ന കാലയളവിൽ അതിന് ഒരു പ്രശ്നം. നമ്മൾ ഗ്യാരണ്ടിയോടെ നമ്മൾ കരുതുന്ന എന്താ പറയുക, ഇത് കൊടുത്ത് അടുത്ത് മാറ്റി കിട്ടും എന്നുള്ള ആ ചിന്തയാണ് പോണത്. അതല്ല, അതിലൂടെ നമ്മളോട് അവർ പറയുന്നത് ഞങ്ങളുടെ പ്രൊഡക്റ്റിന് ഇത്ര വർഷം ഒരു പ്രശ്നം വരില്ല, അത്ര ഒരു ഉറപ്പ് പറയുന്നു, അല്ലേ? ആ ഒരു ഉറപ്പ് നമ്മളാകുന്ന പ്രൊഡക്റ്റിലുണ്ടോ? ആരാ തന്നിട്ടുണ്ട്? അപ്പൊ അതൊന്ന് ചിന്തിച്ചു നോക്കിയ അവസ്ഥ, അതൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ നമ്മൾ എവിടെയാണുള്ളത്? എന്നിട്ട് ഈ ഒരു ഇത്രയും ഗ്യാരണ്ടി ഇല്ലാത്ത ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് നമ്മളോട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? എന്തൊക്കെയാ അവർക്ക് ചെയ്യുന്ന കൂട്ടുന്നത്? അപ്പൊ ആ ഒരു ചിന്ത നല്ലോണം കൽബിലേക്ക് എത്തിയാലും അൽഹംദുലില്ലാഹ് നമ്മുടെ രക്ഷപ്പെട്ടു. ഇതൊക്കെ നമ്മുടെ ഇലാഹി സ്മരണയിലേക്ക്, ആഖിറത്തിന്റെ ചിന്തയിലേക്ക്, നന്മയിലേക്ക് നടത്തുന്ന ചിന്തകളാണ്. അപ്പൊ ആ ചിന്തകളൊക്കെ ചിന്തിച്ച് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത്തെ കാര്യം മറക്കേണ്ട. കുറച്ച് മണിക്കൂറുകളിൽ മാത്രം നമ്മൾ അവശേഷിക്കുമ്പോൾ അത് നമ്മൾ നിസ്സാരമായി കളഞ്ഞിട്ട് പിന്നെന്ത് ചെയ്യണ്ട, മേലൊക്കെ നോക്കി കേരിച്ചിട്ട് കാര്യം എന്താകില്ല. ഉള്ള അവസരങ്ങൾ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും വേണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനുർ റഹീമായ റബ്ബേ, നമ്മൾ പറഞ്ഞതും കേട്ടതും
ഒക്കെ ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യണേ റഹ്മാനെ. റബ്ബേ നിന്റെ ത്വാഅത്തിനായി ദീനിയ ഖിദ്മത്തിനായി ദീർഘകാലം ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ പാപികളാണ്, ദോഷികളാണ്, ഇക്കാലയളവിൽ ഒരുപാട് പാപങ്ങളും ദോഷങ്ങളും ചെയ്തിട്ടുണ്ട്. നിന്റെ കാരുണ്യത്താൽ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും ഭാര്യമക്കൾക്കും ഒക്കെ നീ പുറത്തു നൽകണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, സഹായിച്ചവർ, രക്ഷണം നൽകിയവർക്കൊക്കെയും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിലും ഒരുപാട് അപാകതകൾ സംഭവിച്ചു അല്ലാഹ്. നീ പുറത്തു തരണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. ചെയ്തുപോയ അപരാധത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഇബാദത്തുകളുടെ കുറവുകളുടെ പേരിലോ നിന്റെ കാരുണ്യം ഞങ്ങളെ തൊട്ട് നീ തടയണ്ട റഹ്മാനെ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ ഏറ്റി നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ സർവ്വ മേഖലയിലും മരണവേളയിലും ഖബറിലും ആഖിറത്തിലും ഒക്കെ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ വിജയത്തിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വശാരമായി നിന്റെ ദാനമായി റബ്ബേ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ തൊട്ട് നിന്റെ റഹ്മത്ത് തടയല്ല അല്ലാഹ്. അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതം നീ സന്തോഷകരമാക്കണം റഹ്മാനെ. മുറാദുകളെ ഹാസിലാക്കണം റഹ്മാനെ. രോഗങ്ങളെ ശമിപ്പിക്കണം തമ്പുരാനെ. പ്രത്യേകിച്ച് നിന്റെ കാരുണ്യത്താൽ പരിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ. എല്ലാ നിലക്കും റമദാനിൽ വിജയിക്കുന്നവരിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ല റഹ്മാനെ. അല്ലാഹുവേ പരീക്ഷണമാക്കല്ല തമ്പുരാനെ. എല്ലാ നിലക്കും അനുഗ്രഹമാക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവർക്ക്, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നിന്റെ റഹ്മത്തിനാൽ നീ സ്വർഗ്ഗം നൽകണം റഹ്മാനെ. നരകമോചിതരിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله.